ഹലോ, എല്ലാവർക്കും ഋതിക കളക്ഷനിലോട്ട് സ്വാഗതം. നമുക്കിന്നൊരു കീ ചെയിൻ ചെയ്താലോ? ഒരു കുട്ടി ഫ്രോക്കിൻ്റെ കീ ചെയിനാട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഇത് ഈസി ആയിട്ടുള്ളൊരു കീ ചെയിനാണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു സ്ലിപ്പ് നോട്ടാണ്. നമ്മൾ സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 16 ചെയിൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 16 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ആദ്യത്തെ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ റൗണ്ട് ഒന്ന് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഒരു റിങ് കിട്ടിയില്ലേ? ഇനി ആ റിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ആ റിങ്ങിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു 32 ഡബിൾ ക്രോഷ്യ ആണ് കേട്ടോ ചെയ്യേണ്ടത്, സെയിം റിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാൻ എന്താണ്ട് 32 ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം ഇതിപ്പോൾ ഞാൻ യോക്ക് പാർട്ടാട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ത്രെഡ് അങ്ങ് മാറ്റാം. ഞാൻ ഇനി അടുത്തത് വേറൊരു കളറാണ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം വർക്കൊന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു 4 മാർക്കിങ് ഇതുപോലെ. ഈ 2 മാർക്കിങ്ങിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഒരു 11 ചെയിൻ്റെ വ്യത്യാസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ്ട് 4 മാർക്കിങ് ചെയ്തു. അതിനുശേഷം വർക്കൊന്ന് ഫോൾഡ് ചെയ്തു. ഇനി ഞാനിപ്പം ത്രെഡൊന്ന് മാറ്റുവാണ്. നമുക്കൊരു 2 ചെയിൻ ആദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആ ചെയിൻ ചെയ്ത സെയിം സ്പേസിൽ തന്നെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ അങ്ങ് ചെയ്യാം. തൊട്ടടുത്തുള്ള ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ അപ്പുറത്തെ മാർക്കിങ് വരെ നമുക്ക് ഈ വർക്കിലോട്ട് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്തു പോകാം. ഞാനിപ്പോൾ ദാണ്ട അവസാനത്തെ ഇതിലോട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാണ്. ഇനിയെന്ന് പറയുമ്പം നമ്മൾ വീണ്ടും ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത മാർക്കിങ്ങിലോട്ട് നേരെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിലോട്ടൊരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ തന്നെ അപ്പുറത്തും അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. അപ്പുറത്തെ മാർക്കിങ് വരെ നമുക്ക് ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യാം. ഇപ്പോൾ ഞാൻ ദാണ്ട ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയെന്ന് പറയുമ്പം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വർക്ക് ക്ലോസ് ചെയ്യുക. അതിന് മുന്നേ ഒരു ചെയിൻ ഇടുക. ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്ക് ആ വർക്കങ്ങ് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ആട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മാർക്കിംഗ് എല്ലാം അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദാണ്ട് ഇതുപോലെ ആട്ടോ കിട്ടിയിരിക്കുന്നത്. ഇനി അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും 2 ചെയിൻ ഇടുക. അതിനുശേഷം നമ്മൾ ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. വീണ്ടും നമ്മൾ ആ സെയിം സ്പേസിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഒരു സ്പേസിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വെച്ച് ചെയ്യുക. അങ്ങനെ ആ വർക്ക് ഫുള്ള് നമ്മൾ അതുപോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ പോയിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ റോ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് കണ്ടില്ലേ, നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ടിൻ്റെ പോർഷൻ അങ്ങായി വരുന്നുണ്ടല്ലോ. ഇനി എന്ന് പറയുമ്പം അടുത്ത റോ എന്ന് പറയുമ്പം നമുക്ക് ഒരു റോയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുമ്പോൾ സെയിം തന്നെ 2 ചെയിൻ ഇടാം. ആ സെയിം സ്പേസ് തന്നെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷ്യ വെച്ച് ആ റോ അങ്ങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലാത്തിനും ഓരോ സ്റ്റിച്ച് വെച്ചിട്ട്. അങ്ങനെ ഞാൻ ദാണ്ടെ ആ റോ ഫുള്ളങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വർക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു വൈറ്റ് ബോർഡർ പോലെ കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ത്രെഡ് കണക്ട് ചെയ്തു. അതിനകത്ത് 2 ചെയിൻ ഇട്ടിട്ട് ആ സെയിം സ്പേസ് തന്നെ 3 ഡബിൾ ക്രോഷ്യ കേട്ടോ ചെയ്യുന്നത്. ആ സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു ഞാൻ. ഇനി അടുത്ത ചെയിൻ വിട്ടിട്ട് തൊട്ടപ്പുറത്തെ ചെയിനിലോട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ കേട്ടോ ചെയ്യുന്നത്. ആദ്യത്തെ വിട്ടിട്ട് രണ്ടാമത്തേലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും തൊട്ടടുത്ത സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ചെയിനിലോട്ട് നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ തന്നെ 3 ഡബിൾ ക്രോഷ്യ കേട്ടോ. അതിൽ 1 ചെയ്തു, ഇത് രണ്ടാമത്തത്, പിന്നെ മൂന്നാമത്തത്. പിന്നെ അടുത്ത ചെയിൻ വിട്ടിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തിനകത്ത് ഇതുപോലെ തന്നെ സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അങ്ങനെ ഈ റോ ഫുള്ള് നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് വർക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ദാണ്ട ഇതുപോലെ ആട്ടോ കിട്ടിയിരിക്കുന്നത്. ബാക്കി വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. ദാണ്ട ഇതുപോലത്തെ ഒരു നീഡിൽ ഉണ്ടെങ്കിൽ അത് എടുക്കുക. ഇതിൻ്റെ പ്ലാസ്റ്റിക്കും കിട്ടും കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് ഈ ത്രെഡ് ആ വർക്കിൻ്റെ ഉള്ളിലേക്ക് അങ്ങ്
കടത്തി വിടാം. ഇല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് കളയരുത്. കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വർക്കൊന്നും അവിടെ നിന്ന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ആട്ടോ കിട്ടിയിരിക്കുന്നത് ഫ്രോക്ക് എന്ന് പറയുമ്പം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയിനൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞ് കീ ചെയിനായിട്ടൊക്കെ നമുക്ക് വണ്ടിയിലോ അല്ലെങ്കിൽ നമുക്ക് ബാഗിനകത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കുഞ്ഞ് കീ ചെയിനാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.